മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത്. കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും ഒപ്പം മക്കളും എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ്. മാത്രമല്ല ഒരു കുടുംബത്തിലെ എല്ലാവർക്കും വെവ്വേറെ യൂട്യൂബ് ചാനലുകൾ ഉണ്ടാവുക, മാത്രമല്ല ആ യൂട്യൂബ് ചാനലുകളെല്ലാം ഹിറ്റാവുക എന്നൊക്കെ പറയുന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സ്റ്റാർ ഫാമിലിയായി തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയെ കണക്കാക്കുന്നത്. ഇപ്പോഴിതാ താരകുടുംബത്തിലെ പുതിയ വാർത്തയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ ഇൻഫ്ലുവൻസർ ദിയയ്ക്ക് ഇപ്പോഴിതാ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അശ്വിനും ദിയയും പ്രേക്ഷകർക്ക് എന്നും ഏറെ പ്രിയപ്പെട്ട ഒരു താരജോഡി തന്നെയാണ്. ഈയിടെയാണ് ഇവരുടെ വിവാഹം നടക്കുന്നതും വിവാഹത്തിന് മുമ്പും ശേഷവുമുള്ള ഇവരുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വാർത്തയായിരുന്നു. ഇപ്പോഴിതാ പുതിയ വാർത്ത ഇവർ ഇറക്കിയിരിക്കുകയാണ്. തങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്ന വാർത്ത ഈയിടെയാണ് ഇവർ അറിയിച്ചത്. എന്തു തന്നെയാണെങ്കിലും ദിയയ്ക്കും അശ്വിനും എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ആശംസിക്കുകയാണ് സോഷ്യൽ മീഡിയ. ചെറിയൊരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് സൂപ്പർ. അപ്പോൾ റാപ്പിഡ് ആയിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ, ആസ് എ Make your answers rapid and full of fire. മേ ബി നോക്കാം. ആസ് എ വ്ളോഗർ ഒട്ടും ഇഷ്ടമില്ലാത്ത ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യം ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഓപ്ഷൻസ് തരാം. ഓക്കെ, Thank you for options because I was thinking I don't know what എന്റെ ഈ to തൊണ്ട വിനയിച്ചിട്ട് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമെന്നുള്ളതാണ്. അല്ലല്ല, ഞാൻ എന്താ പറയണ്ടെന്ന് ആലോചിക്കുക. ഓപ്ഷൻ നല്ലതാ പറഞ്ഞു. ഓപ്ഷൻസ് എ, നെഗറ്റീവ് കമന്റ്സ് കാണുന്നത്, യൂട്യൂബ് ഇൻകം ചോദിക്കുന്നത്, നമ്മൾ ട്രോൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യപ്പെടുന്നത് നമ്മളുടെ വീഡിയോസ്, അതല്ല ഇതൊന്നുമല്ല, അതൊക്കെ മേലെ കുറെ കാര്യങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യപ്പെടുന്നത് ആസ് എ വ്ളോഗർ. ഞാൻ റിയാക്ട് ചെയ്യുന്ന അതെന്താ പോയിന്റ് മനസ്സിലായില്ല. നമ്മളുടെ വീഡിയോസ് ട്രോൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് മറ്റുള്ളവർ റിയാക്ട് ചെയ്യുമ്പോ ഓക്കെ 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 എനിക്ക് സത്യം പറഞ്ഞ ഇതിലൊന്നും അങ്ങനെ വലിയ ഇറിറ്റേറ്റഡ് ആവാറില്ല. കാരണം ആരെങ്കിലും എന്റെ യൂട്യൂബിൽ, ഞാൻ ഭയങ്കര ഇൻഫോർമലാണ്, എന്നോട് യൂട്യൂബ് ഇൻകോ ഒക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. അതിപ്പോ മറ്റൊരാൾക്ക് ഞാൻ പറയുന്നത് കൊണ്ടൊരു സഹായം ആവുന്നുണ്ടെങ്കിൽ, ഇൻഫാക്ട് ഈവൻ ഇൻ ദി ഇൻഡസ്ട്രി സോ മെനി ഓഫ് മൈ കോ ആക്ടർ ലൈക് ഫീമെയിൽ ആക്ടർ ഫ്രണ്ട്സ്, അവർക്ക് കൊളാബ്സ് ഒക്കെ വരുമ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് റേറ്റ് ചോദിക്കുന്നത് എത്രയാ പറയണ്ടേ. ഞാൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കൊടുക്കും. ഞാൻ അല്ലാതെ അവിടെ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് ഞാനിതൊക്കെ എനിക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്കിതിലൊന്നും അങ്ങനെ വലിയ ഇറിറ്റേഷൻ തോന്നാറില്ല. പിന്നെ ഈ റിയാക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇപ്പം ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അതായത് അവരുടെ ക്രിയേറ്റിവിറ്റി അവിടെ എന്താണ്, മറ്റൊരാളുടെ കണ്ടന്റിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ എനിക്ക് അതിനോട് അങ്ങനെ വലിയൊരു പോസിറ്റീവ് അഭിപ്രായം തോന്നാറില്ല. പക്ഷെ അല്ലാതെ ഒന്നിനോടും എനിക്ക് അങ്ങനെ വലിയ ഇറിറ്റേഷൻ ഒന്നും തോന്നാറില്ല. ഇല്ല. സാധാരണ ഈ വ്ളോഗേഴ്സിനോട് ഇൻകം ചോദിക്കുന്ന സമയത്ത് അവര് എന്തിനാ നമ്മൾ ഇൻകം ചോദിക്കുന്നത്? അതൊരു എന്റെ വയസ്സ് ചോദിച്ചാൽ പോലും എനിക്കൊന്നും തോന്നുന്നില്ല. എന്റെ ഹൈറ്റ് ചോദിച്ചു, എന്റെ വെയിറ്റ് ചോദിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. നമ്മൾ തമ്മിൽ ആക്ച്വലി ഒരു കണക്ഷൻ ഉണ്ട്. നമ്മുടെ ബർത്ത്ഡേ സെയിം ആണോ? യെസ്, 1995 ഒക്ടോബർ 13. Are you serious? Yeah, serious. We were born on the same day. Yeah, exactly. എന്റെ അറിവില് എനിക്ക് മലയാള ഇൻഡസ്ട്രിയിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. Oh, that's really cute. What time were you born? എത്ര മണിക്കാ ജനിച്ചേ? അയ്യോ, അതെനിക്ക് അറിയത്തില്ല. ഞാൻ വൈകിട്ട് 3:21. ഉച്ചയ്ക്ക് 2:30 അയ്യോ, അപ്പൊ താൻ ജനിച്ച 1 മണിക്കൂർ കഴിഞ്ഞാ ഞാൻ ജനിച്ചേ. അയ്യോ, മലയാള സിനിമയിൽ എനിക്ക് അറിയില്ല. ഇല്ല, വേറെ ആരുമില്ല. ഗോവിന്ദ് വസന്തയുടെ വൈഫ് രഞ്ജിനിയുടെ ബർത്ത്ഡേ 13th ഒക്ടോബർ ആണ്. പൊതുവെ 13 ഒരു അൺലക്കി നമ്പർ ആയിട്ട് ആൾക്കാർ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയാറുണ്ട് അഹാനയുടെ എന്റെ സിനിമ എന്നുള്ള കാര്യം. കൊള്ളാം. അടുത്തതിലേക്ക് പോയാലോ? ആസ് എ വ്ളോഗർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ, വീഡിയോ എഡിറ്റ് ചെയ്യാൻ, കണ്ടന്റ് ഉണ്ടാക്കാൻ, തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ. ഒന്നിലും കഷ്ടപ്പെടാറില്ല. എനിക്ക് എല്ലാം ഞാൻ പുട്ടുപോലെ ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യുന്നത് നമ്മളുടെ പിന്നെ ഞാനാണ് എന്റെ ടീം. ഈ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാലോട്, അതായത് ഉറക്കമുളച്ച് കുറെ സമയം എടുത്ത് എഡിറ്റ് ചെയ്ത് പട്ടിപ്പണി എടുത്തിട്ട് നമ്മൾ ഇത്രയും റീച്ച് ഉണ്ടാക്കുന്നതെന്ന്. ഇല്ല, ഞാൻ ഇന്ന് ഉറങ്ങിയിട്ട് നാളെ എണീറ്റിരുന്ന് ബാക്കി എഡിറ്റ് ചെയ്യും. ഞാൻ തന്നെയാണല്ലോ എന്റെ ബോസും. ഐ എം നോട്ട് ആൻസറബിൾ ടു ഇന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യണം എന്നൊന്നും ഇല്ലല്ലോ. ഞാൻ തന്നെയാണ് എന്റെ ബോസ്. അപ്പം ഇല്ലില്ല, എനിക്കിതൊന്നും വീഡിയോ ഉണ്ടാക്കാനും എഡിറ്റ് ചെയ്യാനും തംബ്നെയിൽ ഉണ്ടാക്കാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഒരു ആഴ്ച എത്ര വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും? അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല. എനിക്ക് തോന്നുമ്പോ ഒരു വീഡിയോ ഉണ്ടാക്കും. എന്റെ ഇഷ്ടം, എന്റെ കമ്പനി, ഞാനാണ് ഇവിടുത്തെ എംപ്ലോയർ, എംപ്ലോയി, തൂത്തുവാരുന്ന ആള് എല്ലാം ഞാൻ തന്നെയാ. അപ്പൊ അതുകൊണ്ട് പിന്നെ വേറെ ആരോടും ആൻസറബിൾ അല്ലല്ലോ. ഓക്കെ, ഒരുപാട് മലയാളി ബ്ലോഗർമാരുടെ ഫേവറേറ്റ് ആണ് അഹാന കൃഷ്ണകുമാർ. അഹാനയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലോഗർ ഇദ്ദേഹമാണ്. ആരാ? ഐ ഡോണ്ട് നോ. ഞാൻ അങ്ങനെ ഒത്തിരി വ്ളോഗ്സ് കാണാറില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എന്റെ അനിയത്തിയെടുത്ത് ഈ ചോദ്യം ഇഷാനിയെടുത്ത് ചോദിച്ചപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട വ്ളോഗ് അങ്ങനെ എന്താ ചോദിച്ചപ്പോഴേ ഞാൻ എന്റെ വീട്ടിലുള്ള എല്ലാവരുടെയും വ്ളോഗ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് അങ്ങനെ ഞാൻ ഒത്തിരി വ്ളോഗ്സ് ആക്ച്വലി ഒത്തിരി ഒന്നും കാണാറില്ല. പണ്ട് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്
എൻ്റെ ഫ്രണ്ട് എനിക്ക് കേസി നെയ്സ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ ഉണ്ട്, പുള്ളിയുടെ സാധനം അയച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഇഷ്ടമില്ല കുക്കിംഗ് ചാനൽസ് ഒക്കെയാ. മലയാളത്തിൽ ഏതെങ്കിലും ഫേമസ് കുക്കിംഗ് ചാനൽസ് ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ ഈ മറ്റേ റാൻഡം ചുമ്മാ കുക്കിംഗ് ഞാൻ പറയാം ഐ ടെൽ യു വൺ പേജ് ലൈക്ക് ഈ ചില ASMR കുക്കിംഗ് വീഡിയോസ് ഉണ്ട്, കുക്കിംഗ് ട്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറിയൻ ഒക്കെയാന്ന് തോന്നുന്നത്. അവർ മറ്റേ ASMR ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഉണ്ടാക്കും. എനിക്കത് ഭയങ്കര സാറ്റിസ്ഫൈങ്. ദാറ്റ്സ് മൈ ഫേവറേറ്റ് വ്ളോഗ്സ് ആക്ച്വലി. ഞാൻ ഫുഡ് വീഡിയോസ് ഒത്തിരി കാണാറുണ്ട്. എനിക്ക് ASMR കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ചാനൽസ് എനിക്ക് അതെങ്ങനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കും. മലയാളത്തിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ആരുടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറെ പേരുടെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ടു സേ ദാറ്റ് ഐ ലവ് ദാറ്റ് ചാനൽ, ഞാൻ ഇപ്പൊ പറഞ്ഞ ഡിപ്ലോമാറ്റിക് ഫേക്ക് ആൻസർ ആയി പോകും. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഇന്നൊരു ഫേവറേറ്റ് വ്ളോഗർ മലയാളത്തിൽ ഞാൻ എല്ലാവരുടെയും സംഭവം കാണാറുണ്ട്. പക്ഷെ ഒരു കോണ്ടന്റ് കണ്ട് ഞാൻ ഭയങ്കര അങ്ങനെ ഒന്നുമില്ല. ഇല്ല, ഞാൻ സ്റ്റീവ് ലോപ്പസിന് മുൻപും ഓഫേഴ്സ് വന്നിട്ടുണ്ട് എനിക്ക്. പക്ഷെ അത് സ്വീകരിക്കാഞ്ഞ കാരണങ്ങൾ ഇന്നതുകൊണ്ടാണ്. വന്നിട്ടുണ്ടല്ലോ ഒരുപാട് ഓഫേഴ്സ്. ഒരുപാടൊന്നുമില്ല, ഒരു 3 വന്നിട്ടില്ല. ഇല്ല, 1 ഒരു 1.5 എന്ന് പറയാൻ സത്യം പറഞ്ഞ. എന്റെ അറിവില് അന്നയും റസൂലില് താങ്കളല്ലേ ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ബാക്കി 2 ഏതാ? പിന്നെ ഞാൻ പറയാം, ഫഹദ് ഫാസിലിന്റെ ഒരു സിനിമ അന്നയും റസൂല്, ദുൽഖറിന്റെ ഒരു സിനിമയിൽ ഏതാന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ ഈ അന്നൊക്കെ ഞാൻ സ്കൂൾ പഠിക്കുമായിരുന്നു. അല്ല, അന്നയും റസൂൽ വന്നപ്പോഴോ തന്നെയാ. ഇല്ല, അന്നയും റസൂൽ എന്നെ കാസ്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഇങ്ങനെ എന്തോ വിളിച്ചു എന്ന് എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു. പക്ഷെ അതിപ്പോഴും എന്തിനാ വിളിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം നമുക്കും അവർക്കും ഒരു പേഴ്സണൽ ബന്ധം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കറിയത്തില്ല. പക്ഷെ അത് ചിലപ്പോൾ ഇപ്പോൾ എന്നെ അന്ന് വിളിച്ച് അവർ കൊണ്ടുപോയി ഒരു ലുക്ക് ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ചിലപ്പോൾ അത് വർക്ക്ഔട്ട് ആവില്ല എന്നാണ്. എനിക്ക് അന്ന് 15 വയസ്സായിരുന്നു പ്രായം. ആൻഡ്രിയ ചെയ്ത ആ റോളിന് ഞാൻ സൂട്ടബിൾ എന്നാകും എനിക്ക് തോന്നുന്നില്ല. അപ്പം ആ സിനിമയുടെ ഓഫർ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ബാക്കി നിറയെ ഓഫറും അങ്ങനെയൊന്നും ചുമ്മാ അത് പറയുന്ന കേട്ടാ തോന്നും മറ്റേ ഏതോ എല്ലാരും എന്റെ വീട്ടിന്റെ വെളി വന്ന് ക്യൂ നിന്ന് വിളിച്ചോണ്ടിരുന്നിട്ട് ഞാൻ മറ്റേ എനിക്ക് പറ്റില്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഈ ഒരു സംഭവം എങ്ങനെയോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നു. പക്ഷെ അത് ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോ അത് ഇങ്ങനെ ഒരു വലിയ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ ഒരു ഓഫർ വന്നു, എന്തോ ഭാഗ്യത്തിന് അവർ സ്റ്റീവ് ലോപ്പസ് ചെയ്തപ്പോൾ വീണ്ടും എന്നെ കുറിച്ച് ചിന്തിച്ചു, എന്റെ ഭാഗ്യത്തിന്. അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒത്തിരി ഓഫേഴ്സ് വന്ന് നോ പറയുന്ന അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് ലവ് ലെറ്റർ മറ്റേ നമ്മുടെ വീഡിയോ ഭയങ്കര സക്സസ്